ഞാനിന്നൊരു സ്ഥലം വരെ പോവാം. നല്ല മനോഹരമായ ഒരു സ്ഥലം കാണാനാണ് പോകുന്നത്. നിങ്ങളും എൻ്റെ കൂടെ വാ, അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം, ഒരുമിച്ച് കാണാം കേട്ടോ. ഹായ്, ഇതാണ് ഞാൻ കാണാൻ വരുന്നെന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം ഇപ്പൊ ഏകദേശം കുറച്ചു പേർക്കൊക്കെ പിടി കാണും. ഇതാണ് പെരുന്തേനരുവി. റാന്നി വന്നിട്ട് അത്തിക്കയം വന്നിട്ട് അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് ദൂരവേ. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. താഴെ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇന്നലത്തെ മഴ ഭയങ്കര മഴയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ. അപ്പോൾ നല്ല വെള്ളച്ചാട്ടമാണ്. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞങ്ങളിപ്പം രാവിലെ ഞാനിവിടെ വന്നു, ചില ഭക്ഷണം കൊണ്ടുവന്നത് കഴിച്ചു. ഇനി ഇതിൻ്റെ ഒരു പോർഷനാണിത്. ഇത് ഡാമിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. ഇനി വെള്ളച്ചാട്ടം അപ്പുറത്തുണ്ട്. നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ. നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനി നമുക്ക് അപ്പുറത്ത് പോയിട്ട് കാണാം. ഇത് പാലം കണ്ട്, ഇത് വെച്ചൂച്ചിറയ്ക്ക് പോകുന്നതാണ്. ഈ പാലം ഇവിടുന്ന് വന്ന ഇനി വെച്ചൂച്ചിറയ്ക്ക് പോകുന്ന പ്ലേസാണ് കാണുന്നുണ്ടോ. നല്ല കുന്നും മലകളും നല്ല രസമാണ്. നിങ്ങളൊക്കെ നാട്ടിലൊക്കെ വരുന്നവർ ഇവിടെ വന്ന് കാണണം ഈ സ്ഥലങ്ങളൊക്കെ. നല്ല രസമല്ലേ. ദൂരെയൊക്കെ ഉള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇടുന്നത്. ഷെയർ ചെയ്യണം കേട്ടോ. ഇതാണ് പെരുന്തേനരുവിയുടെ വേറൊരു പോർഷൻ. ഉണ്ടോ, ഭയങ്കര ഒരു ആറാണേ. അവിടെ കല്ലും വെള്ളവും. ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ഇത്. അത് കാരണം ഇതിന്റെ അണക്കെട്ടിനകത്തുനിന്ന് വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനെന്നും. ആൾക്കാരൊക്കെ ഒത്തിരി വരും. ഇപ്പൊ 2 മാസം കൂടെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും വെള്ളം കാണത്തില്ല, ഈ കല്ലുകൾ മാത്രമേ കാണുള്ളൂ. ഇത് കണ്ടോ, അപ്പുറത്തെ ഡാമിന്ന് അതിന്റെ അടിയിൽ കൂടെ വെള്ളം വന്നേക്കുന്നുണ്ടോ. ഡാം കവിഞ്ഞു പോകുന്ന വെള്ളമാണ് അപ്പുറത്താ കാണുന്നത്. നല്ല രസമാണ് കാണാൻ. നാട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ സ്ഥലമൊക്കെ വന്ന് കാണണം കേട്ടോ. ഈ വീഡിയോ കാണണം. ഉണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ. അതാണ് പെരുന്തേനരുവിയുടെ വേറൊരു പോർഷൻ. ഇനിയും താഴെ ഇതിന്റെ പവർ ഹൗസ് ഉണ്ട്, താഴെയുണ്ട് കേട്ടോ. അവിടോട്ട് അങ്ങ് ആരും പോകത്തില്ല. അവിടെ സൂസൈഡ് പോയിന്റ്, അവിടെ പോകും, എല്ലാരെയും അങ്ങോട്ട് കടത്തി വിടത്തില്ലേ. വേറൊരു പോർഷൻ ഉണ്ട്, വെള്ളച്ചാട്ടം കണ്ടോ. ഇനി ആ പാലത്തെ കൂടെ വേണം നമുക്ക് അക്കരയ്ക്ക് വെച്ചൂച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ. ഞങ്ങളിപ്പോ റാന്നിന്ന് വട്ടം കറങ്ങി അത്തിക്കയം കുടമുരുട്ടി ആ സ്ഥലം കൂടിയാണ് ഇവിടെ വന്നത്. കക്കുടുമൺ അങ്ങനെ കൂടിയാണ് ഇവിടെ വന്നത്. ഇനി ഈ പാലത്തെ കൂടെ വേണം അക്കരയ്ക്ക് വെച്ചൂച്ചിറയ്ക്ക് പോകാൻ. വെച്ചൂച്ചിറ ചെന്ന് മന്നപരുതി ചെന്ന് വേണം ഞങ്ങൾക്ക് ഇനി റാന്നിക്ക് പോകാൻ. ഇതാണ് പവർ ഹൗസിന്റെ മോൾ വശം. അതാണ്ടേ പവർ ഹൗസിലേക്ക് വെള്ളം പോകുന്ന ഭാഗമാണ് കാണുന്നത് കണ്ടോ. ഇനി വാ, നമുക്ക് ഈ പോർഷൻ കാണാം. വാ. ഇത് ഡാമിന്റെ വേറൊരു വശമാണേ. ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആ വശമാണ് ഇത്. ഇതാ ഡാം. ഇതാ ഡാം. ഇതിനടിവശത്തോടാണ് അങ്ങോട്ടങ്ങ് വെള്ളം പോവുക. അത് അതിന്റെ മോട്ടറും സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലം, വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവിടെ. അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ മുമ്പേ പോയി ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ സ്ഥലം അതാ, ആ കാണുന്നതാ. അവിടുന്ന് ഇപ്പുറത്ത് വന്നേ. ഇതാണ് പാലം. ഇത് 1.5 കിലോമീറ്റർ നീളമുണ്ട് ഈ പാലം മൊത്തത്തില്. ഇതങ്ങ് വെച്ചൂച്ചിറയ്ക്ക് പോകുന്ന പാലമാണ്. ഇനിയിപ്പോ ഇതിന്റെ മറുവശം ഇത് ഇവിടെ കണ്ടോ. ഈ ഡാമിന്റെ അടിയിൽ നിന്ന് വെള്ളം പോകുന്ന സ്ഥലമാണ് ഇത്. എന്ത് ഭംഗിയാന്ന് നോക്കി. അതൊരു കുറെ നീളം ഉണ്ട് അങ്ങനെ. അതിലേക്ക് പിന്നെ ഇതിനകത്തൊന്നും ഇപ്പൊ ആരെയും ഇറങ്ങത്തില്ലേ. മഴ ഇത് കൂടുതലായതുകൊണ്ട് ആരെയും ഇറക്കത്തില്ല. മറ്റേ ഇന്ന് ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറക്കുമായിരുന്നു. ആ കല്ലിലൊക്കെ ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ട് നേരത്തെ വരുമ്പോഴൊക്കെ. ഇപ്പൊ അങ്ങനെ ഇറക്കത്തില്ല. ഇപ്പൊ ഇത്രയും വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ആരെയും ഇറക്കത്തില്ല. നല്ല സ്ഥലമല്ലേ, നിങ്ങളൊക്കെ വരുമ്പോ ഇവിടൊക്കെ വന്ന് കാണാം. അങ്ങോട്ടൊക്കെ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. കണ്ടോ, പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളാ.
നല്ല കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. എനിക്കിഷ്ടമാണ് ഈ പ്ലേസ്. നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണും കേട്ടോ, നല്ല ഭംഗിയല്ലേ. നല്ല വെയിലായി തുടങ്ങി. ഇന്നലെയൊക്കെ പത്തനംതിട്ട ഭയങ്കര മഴയായിരുന്നു. എന്നാ രസമാണ് നോക്കിയ സ്ഥലങ്ങളൊക്കെ. നമ്മള് കുറ്റാലം ഒക്കെ പോകുന്നത് പോലെ ഇരിക്കുന്നു. അക്കരെയൊക്കെ അതൊക്കെ വനമാണ്, റബ്ബർ തോട്ടം, ഓരോരുത്തരുടെയൊക്കെ കൃഷികളും ഒക്കെയാണ്. ഒരു പോർഷൻ മൊത്തം വനമാണ്, തേക്ക് ഫോറസ്റ്റ് ഏരിയ ഒരു ഭാഗം. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ഇതാണ് ഇതിന്റെ വേറൊരു സ്ഥലവേ. ഞാൻ മുമ്പേ കാണിച്ചത് ഡാമിന്റെ അപ്പുറമായിരുന്നു വെള്ളം. ഇപ്പൊ ഇത് കണ്ടോ, ഉയരത്തിൽ കിടക്കുക. ആ പാലവും അതൊക്കെ കണ്ടോ. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്ന താഴ്വശമായത്. ഇത് നല്ല രസം ഇവിടെ കാണാൻ. കണ്ട കല്ല്, തോട്, ഈ പാലം ഇതിലെ ഒഴുകി അത്തിക്കയം ചെന്ന് അങ്ങ് പോകുന്ന സ്ഥലമാണ്. എന്താ രസം നോക്കി. അങ്ങോട്ടൊന്നും പോകാൻ പാടാ, ഇതൊക്കെ കല്ലുകളാണ്, ചവിട്ടി ചവിട്ടി പോണം. ഭയങ്കര പാടാ അങ്ങോട്ടൊക്കെ പോകാൻ. നല്ല രസമുണ്ടോ. ഇത് കാണിക്കാനാ ഞാൻ ഇത്ര പാടുപെട്ട് ഇവിടെ വന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കാൻ പറ്റുള്ളൂ. എല്ലാം അള്ളുകളാ, കല്ലിന്റെ മൊത്തം പൊത്തുകളാ മൊത്തം. അതിന്റെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടാ. ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് ഇറങ്ങാൻ. വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആൾക്കാർ ഒത്തിരി വന്നിട്ടുണ്ട്, കുളിക്കാനും ഒക്കെ. ഭയങ്കര എരപ്പാ, ഒന്നും കേൾക്കത്തില്ലടി. ഇവിടൊക്കെ കണ്ടോ, നല്ല രസമല്ലേ ഇവിടൊക്കെ കാണാൻ. ഇപ്പൊ വെയിലായി, ഇനിയിപ്പോ ആൾക്കാർ കുറയും. ഇനി ഉച്ച കഴിയുമ്പോഴത്തേനും ഇറങ്ങും, 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങും.